ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് 5ാമത്തെ നോമ്പ് തുറൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നോമ്പ് തുറക്കാൻ റെഡിയാക്കുന്നത് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിലാട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചിക്കനും അതേപോലെ തന്നെ കിഴങ്ങൊക്കെ ഇട്ടിട്ടാട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ പത്തിരിക്കുള്ള ചിക്കൻ കറിയിൽ ഇങ്ങനെ പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചില സമയത്തൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ട് ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഇതാ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പത്തിരിക്കുള്ള പൊടി ഇതാ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് ചെറിയ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനും വാട്ടാനൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവൂലേ. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരി കുഴക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ ചൂടിൽ തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ പത്തിരിക്ക് നല്ലൊരു ഇതുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞും കിട്ടും ഇങ്ങനെ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഞാനിതാ ചെറിയ ചൂടിൽ തന്നെ ഇങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിപ്പണി എടുക്കുന്നത് നമ്മളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ രാവിലെ തന്നെ പത്തിരിപ്പണിയൊക്കെ എടുക്കലുണ്ടല്ലേ. അപ്പോൾ നമ്മളിത് ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് കേട്ടോ ഈ പത്തിരിപ്പണി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരിൻ്റെ മാവൊക്കെ ഇതാ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്താലാണ് നമ്മൾ പത്തിരി നല്ലൊരു സ്മൂത്തും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അരി പൊടിപ്പിച്ചെടുത്ത പൊടിയല്ല കേട്ടത്. അപ്പോൾ നമ്മൾ പൊടി വാങ്ങിയതാണ്, അജ്മിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ. നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പത്തിരിയൊക്കെ ചുട്ടാൽ റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പത്തിരിൻ്റെ മാവൊക്കെ ഇതാ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാനിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പത്തിരി പ്രസ്സും ഒന്ന് അമർത്തിയതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷമാണ് കേട്ടോ പത്തിരി ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പത്തിരിയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കൽ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാവൂലേ പത്തിരി ചുട്ടെടുക്കുക. അപ്പോൾ ചില ആൾക്കാർ മെഷീൻമേൽ മാത്രം പരത്തിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കൂടുതലും എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ പരത്തിയെടുക്കുന്ന പത്തിരി തന്നെയാണ് കേട്ടോ. മെഷീൻമേലൊന്ന് അമർത്തിയെടുത്തിട്ട് പരത്തിയെടുക്കുന്ന പത്തിരിയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഞാനിതാ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ബോൾസാക്കിയാൽ നമ്മൾ പത്തിരി ചുടുന്ന ചട്ടിയിൽ പത്തിരി കൊള്ളൂല കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ബോൾസാക്കി എടുത്താലാണ് പത്തിരി ചട്ടിയിൽ 3 ചുട്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ ചെറിയൊരു ബോൾസാക്കിയിട്ടാട്ടോ പത്തിരി റെഡി ആക്കുന്നത്. അപ്പോൾ ഞാനിതാ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പത്തിരി മാവിൽ എണ്ണയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ കുഴച്ചെടുത്താലും നല്ലൊരു സ്മൂത്തായി കിട്ടുന്നൊരു പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രസ്സിൽ എണ്ണയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. പൊടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ നല്ല തിരക്ക് പിടിച്ച പണിയാവില്ല. അപ്പോൾ നമ്മൾ എത്ര പണിയെടുത്താലും തീരാത്ത പോലെ തോന്നൂലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾക്ക് പറ്റുന്ന പണിയൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ അവർക്ക് പറ്റുന്ന പണികളൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ പണിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. അവർക്കും തന്നെ അതൊക്കെ ഒന്ന് ശീലമായിക്കോളൂലേ. അപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരെ കൊണ്ട് അതൊക്കെ ഒന്ന് ശീലാക്കുന്നത് നല്ലതാവൂലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. തുറക്കുന്ന സമയത്തൊക്കെ ഇനി ആൺകുട്ടിയാണെങ്കിലും ഓൾക്ക് പറ്റുന്ന പണിയൊക്കെ ഓൾക്കും കൊടുക്കലുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് കഴിക്കാൻ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് അവർക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധമൊക്കെ ഉണ്ടാവുക കേട്ടോ.
അപ്പോൾ പത്തിരിപ്പണി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്ക് കുറച്ചൊരു മടിയുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മളത് കുറച്ചൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് അതേപോലെ തന്നെ വീട്ടിലൊരാളെ ഹെൽപ്പിനും കൂടിയും കൂട്ടുകയാണെങ്കിൽ നമ്മൾ പത്തിരിപ്പണി പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പത്തിരി വാട്ടിയതും പരത്തിയതും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടി വാട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് നമുക്ക് പത്തിരി പരത്തിയെടുക്കാനും ചുട്ടെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ വെള്ളം ഏറി കഴിഞ്ഞാൽ പത്തിരി ചുടുന്ന സമയത്ത് ചട്ടിയിലൊക്കെ കൊട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പത്തിരി കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവൂലേ. അപ്പോൾ ഞാൻ പത്തിരി പരത്തിയെടുക്കുന്നുണ്ട്, മോള് പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരി പരത്തലൊക്കെ അവിടെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേന് ഇതാ മോള് ഇതാ പത്തിരിയൊക്കെ അവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചുട്ടെടുക്കൽ ഇത് ഇവിടെ ഏകദേശമൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ പത്തിരി ചുട്ടെടുക്കൽ. അപ്പോൾ ഇതിൽ 3 എണ്ണം വെച്ചിട്ട് ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പത്തിരി ചുടലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പത്തിരിപ്പണി എടുത്ത സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ടേണ്ട്. അപ്പോൾ ഞാനിത് അവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുതിർന്ന് കിട്ടാനായിട്ട്. അപ്പോൾ അതാ പത്തിരി ചുട്ടതൊക്കെ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം അതൊക്കെ അടച്ച് അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരിപ്പണിയൊക്കെ ഇവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത പരിപാടി ഇതാ കട്ട്ലേറ്റിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിനിടയിൽ നമ്മൾ കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണേ. അപ്പോൾ നമ്മളിവിടെ നോമ്പിന് കൂടുതലായിട്ട് ഉണ്ടാക്കൽ കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനും ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നുന്നത് കട്ട്ലേറ്റ് തന്നെയുണ്ട്. ഇവിടെ നമ്മൾ ഇതന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിതാണ് കൂടുതലും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഇതാ കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തത് അങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊരു പാത്രം ഒന്നും എടുക്കലില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു അടപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ കൗല എല്ലാവരും ചെയ്യലുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കല്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർക്ക് കഴിക്കാനല്ല, അല്ലാതെ നമ്മൾ പുറത്തുള്ളവർക്ക് കൊടുക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കല്. അപ്പോൾ ഞാനും മോളും കൂടെ കൂടിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായി കേട്ടോ പണിയൊക്കെ.
അപ്പോൾ ഇതാ കട്ട്ലൈറ്റൊക്കെ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ 2 3 4 ഒക്കെ പൊരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കട്ട്ലൈറ്റ് ഇതാ പൊരിച്ചെടുക്കുകയാണേ. അപ്പോൾ അങ്ങനെ കട്ട്ലൈറ്റൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് പഴംപൊരിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയതുകൊണ്ട് തന്നെ നമ്മളെ പഴംപൊരി ഇതാ നല്ല രീതിയിലൊന്നും റെഡിയാക്കി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ പിന്നെ നമ്മൾ ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാതും എടുത്ത് വെച്ചതിന് ശേഷം ഇതാ ബാങ്കിന് വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ജ്യൂസും തരിക്കഞ്ഞൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ തരിക്കഞ്ഞൊന്നും ഇവിടെ മക്കൾക്കൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കുടിച്ചാൽ കുഴങ്ങാണ് കയറിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും വെള്ളം തന്നെ ഉണ്ടാക്കൽ, പിന്നെ ചില സമയത്തൊക്കെ ജ്യൂസ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദാഹമൊക്കെ ആയതുകൊണ്ട് മക്കൾ ഇങ്ങനെ നമ്മളെ പുതിനേൻ്റെ ഇട്ടിട്ടുള്ള ലൈമില്ല, അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.